സെർബിയൻ ടൈപ്പ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പപ്പീസിനെ കണ്ടോ ജസ്റ്റ് 90 days കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ജിഞ്ചിസ് ഖാന്റെ പപ്പീസാണ്. ഇതാണ് നമ്മുടെ ടോം ഫോർഡ് കെനലിന്റെ അകവശം. കേജിന്റെ ഒക്കെ സൈസ് കാണുമ്പോൾ തന്നെ കാണാം എന്തോ വലിയ സൈസ്. ഓരോ 3 കോടിയിലടുത്ത് രൂപ ചെലവാക്കിയാണ് ഈ ഒരു കെനൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഫുൾ ലാൻഡ് അല്ലാതെ കെനൽ സെറ്റപ്പ് എല്ലാം ചേർത്ത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചേർത്തിട്ട് ഒരു കോസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജനീസ്, നമ്മുടെ കെനലിലെ ഒരു ബ്രീഡിംഗ് സ്റ്റൈൽ, അല്ലെ എങ്ങനെയാണ് നമ്മളൊരു ബ്രീഡിംഗ് എങ്ങനെ ആയിരിക്കും അതിനെല്ലാം പറ്റിയൊരു സാധനമാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത്. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻസ് ഉള്ള ഫീമെയിൽസ് ആണ് നമ്മുടെ കെനലുള്ളത്. അറിയാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡയബിളോ അതുപോലെ ഡോക്ടർ അതുപോലെ എമിനം, ഇത് 3 പേരിനെ ഇവരുടെ 3 പപ്പീസിനെ സ്വന്തമാക്കാനാണ് ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു ഇന്റർനാഷണൽ ലെവൽ കെനൽ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് കെനലിലൊന്ന് ടോം ഫോർഡ് കെനലിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ബിബിൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കെനലാണിത്. ഏകദേശം ഒരു 3 കോടിയിലടുത്ത് രൂപ ചെലവാക്കിയാണ് ഈ ഒരു കെനൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഫുൾ ലാൻഡ് അല്ലാതെ കെനൽ സെറ്റപ്പ് എല്ലാം ചേർത്ത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചേർത്തിട്ട് ഒരു കോസ്റ്റ് ആണ് പറയുന്നത്. ഇന്റർനാഷണൽ ലെവൽ കെനലിന് പറയാനൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കെനലിന്റെ കൺസ്ട്രക്ഷൻ അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇവിടെയുള്ള ഡോഗ്സ് ആയാലും തന്നെ എല്ലാം സെർബിയൻ ടൈപ്പ് അല്ലാതെ നമ്മൾ കൂടുതലും ടിമിറ്റോ ടൈപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഡോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു കെനലോനും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന്റെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന ഏക കെനൽ നമ്മുടെ ഈ ഒരു ടോം ഫോർഡ് കെനലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ടോം ഫോർഡ് കെനലിലെ ഡോഗ്സിനെ അതുപോലെ തന്നെ കേജ് സെറ്റപ്പും ഫുൾ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം.